ഹലോ ഉമ്മ. ആ ഇല്ല ഉമ്മ, നിങ്ങൾ കഴിച്ചോളൂ. ഇല്ല, ഞാൻ അവിടെ നിന്ന് കഴിച്ചോളാം. ആ ശരി. ആ ദേവോ, അതെ ഷിയാബിനും പുറത്തൊരു ബംഗാളി ചക്കരിക്കുണ്ട്, അവനും അകത്ത് രണ്ടാൾക്കാരും കൂടി, അത് 4 കൂടി കൊണ്ടുവരും. സാറേ എനിക്ക് ചോറ് വേണ്ട സാറേ. ഏയ് വിശന്നിട്ടിരിക്കണ്ട, കഴിച്ചോ. വേണ്ട സാറേ, പൈക്കണില്ല, ഇന്നൊന്ന് വിട്ടാൽ മതി. SI വന്നിട്ട് വിടാം. കഴിച്ചോ, ഭക്ഷണം കൊടുക്കും. മോനിത് കഴിച്ചോ. ഭക്ഷണം കഴിക്കടോ. खाना का वो खाना 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 नहीं चाहिए मुझे, मेरा मोबाइल में चार्ज नहीं है. चार्जर है उधर उधर. സാറ് ഡ്യൂട്ടിയിലാണല്ലോ. ഇതാ ഇത് കഴിച്ചോളി. രണ്ടാളും ഭയങ്കര പോയത്താ കാട്ടിയെ. നിങ്ങളിങ്ങനെ നേരിട്ട് സ്റ്റേഷനിൽ വരാൻ പാടുണ്ടാ? എനിക്ക് കൂട്ടുകാരൊന്നുമില്ലടോ. എവിടെയെങ്കിലും ദൂരെ പോയി വല്ല രജിസ്റ്റർ മാരേജും കഴിച്ചൂടെ? കുറച്ച് ദിവസം എവിടെയെങ്കിലും മാറി താമസിക്കണം. അപ്പോൾ വീട്ടുകാരുടെ പരാതി നിങ്ങൾ പോലീസ് പിടിക്കും, കോടതി ഹാജരാക്കും. കോടതി നിങ്ങളെ ജീവിക്കാൻ വിടും. വേണമെങ്കിൽ കോടതി പറഞ്ഞ ഞങ്ങൾക്ക് പോലീസ് സംരക്ഷണം തരും. ഇനിയിപ്പോൾ കഴിച്ചോ കഴിച്ചോ. സമയം ഒരുപാടായി, ഭക്ഷണം കഴിക്കില്ലേ? കഴിക്കേ. എവിടേക്കാ പോണേ? സാറേ ഒരു പുകയായിരുന്നു. സത്യത്തിൽ എന്തെങ്കിലും പ്രശ്നം? അല്ല, ഞങ്ങളെ കുറച്ച് നേരം ഞാൻ ശ്രദ്ധിക്കും. പുതിയ സാരീൻ്റെ 2 ബ്ലൗസിൻ്റെ അടിക്കാൻ കൊടുത്തു, അത് കിട്ടിയില്ല. ചുരിദാറിൻ്റെ തുണിയൊക്കെ ഇവിടെ ഉണ്ട്. ഒന്നും നിങ്ങൾ ഇങ്ങോട്ട് അയക്കണ്ട. നല്ലൊരു വാച്ച് കൊടുത്തു നിങ്ങൾ. അമ്മ ഇതാണ് വണ്ടി. എങ്ങനെയുണ്ട് അമ്മ? എങ്ങനെയുണ്ട്? സാറല്ലേ കഴിഞ്ഞ് ഇതാ ഇതുമ്മ ഇത് ഓൾട്രേഷൻ ചെയ്തമ്മ. ബുള്ളറ്റില്ലേ മാമൻ്റെ ബുള്ളറ്റില്ലേ, അത് ഓൾട്രേഷൻ ചെയ്താണത്. മനസ്സിലായോ? ബോംബെ എനിക്കൊരു ചങ്ങായില്ലേ, ആന്ന് മൂപ്പര് വഴി നമ്മള് കുറെ പരിപാടികളുണ്ട്. ഉമ്മ കയറി വന്ന് പള്ളി വരെ പോയിട്ട് വരാം. അമ്മ ഒന്ന് പള്ളി വരെ കറങ്ങിട്ട് വരാം. വാ അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അനിയത്തി കൊണ്ടുപോകാൻ പറ്റും. കേറുമ്മ വാ. കേറ്. കുഞ്ഞോളെ, ഈ ഒറ്റ ഒരുത്തി അവനെ ഇങ്ങനെ വസലാക്കണം. എഞ്ചിനീയർ ആവാൻ പോയവനിപ്പോൾ വീട്ടിലിരുന്ന് എഞ്ചിൻ പണി എടുക്കാണ്. ഇഞ്ചി പണിക്കൊന്നും പോകില്ല.
എന്നാ പിന്നെ ആ പള്ളിക്കെങ്കിലും വന്നൂടെ? ആയി പോയിട്ട് പവർ വരട്ടെ. കണ്ടറിഞ്ഞൂടെ? സുഖല്ലേ? ഇച്ചിരി നീങ്ങിന്നോളി, ഇച്ചിരി നീങ്ങിന്നോളിന്ന്. ഡോക്ടർ ഗിരിജ എവിടെയാണ്? ഇതാ അവിടെ. ബില്ല് ദാ. വേദനൊന്നുമില്ല. എന്തിനാ ഒറ്റയ്ക്ക് പോയത്? ഏട്ടനറിഞ്ഞാൽ ഇപ്പൊ അടുത്ത പ്രശ്നമാവും. ഞാൻ ബില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പൊ താനാണല്ലേ? താനൊക്കെ എവിടെ നോക്കിയിട്ട് വണ്ടി ഓടിക്കുന്നത്? തന്നെയൊക്കെ ഒന്നും പറയണ്ട. പിന്നെ അശ്രദ്ധ കൊണ്ടാ. അവനാണ് എന്നെ ഇവിടെ എത്തിച്ചത്, ഇതൊക്കെ ചെയ്തു തന്നത്. തള്ളേ, നിങ്ങൾക്കൊന്ന് നോക്കിയും കണ്ട് നടന്നൂടെ? അതിനെവിടെ നടക്കല്ലേ കൊണ്ടിട്ട് കഷ്ടം ഇരിക്കണില്ലേ മനുഷ്യനെ മേലക്കെടുത്ത. വീടോ വെല്ലുവിളിൻ്റെ അടുത്ത്. പിന്നെ കാര്യം സംസാരിക്കാം. കാശ് ചെലവുള്ള കാര്യമാണ്. തൽക്കാലം 10,000 കൊടുക്ക്, ബാക്കി നമുക്ക് ഡീൽ ചെയ്യാം. ശരി, ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. എന്തായി? ചക്ക മോടെയാണ് മോനെ, മോള് സംസാരിച്ച് താല്പര്യമില്ല, നേരിട്ട് ഡീൽ ചെയ്താണ്. അത് ശരി. ഇത്രയൊക്കെ പണിയൊപ്പിച്ചിട്ട് പിന്നെയും നെഞ്ഞത്ത് കയറാൻ വരെടാ പന്നി. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഒരാട്ടി മുന്നോട്ട് വെച്ചാണല്ലോ. ഒന്നുകളി വിടറാ നായ. മനസ്സിലായി എനിക്ക്? എന്താ ചേച്ചി കേട്ടാ? ശ്രീകാന്തേ, നോക്കി വെച്ചോനെ. വിഷയാക്കണ്ട, നമുക്ക് എടുക്കാം.